നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ലെന. അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നും ഒരു ലുക്കിൽ നിൽക്കുന്ന അപൂർവം നടിമാരിൽ ഒരാളും ലെനയാണ്. താരം രണ്ടാമതും വിവാഹിതയായെന്ന വാർത്ത ആരാധകരെ പോലും ഞെട്ടിച്ചിരുന്നു. വിവാഹിതയായി മാസങ്ങൾക്ക് ശേഷമാണ് നടി ഇത് പുറം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുന്നതും. അന്നു മുതൽ നടിയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ഈ വർഷം ജനുവരിയിലായിരുന്നു ലെനയുടെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞത്. വിവാഹകാര്യം വളരെ രഹസ്യമാക്കി വെച്ച ലെന അത് പ്രഖ്യാപിച്ചതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴിതാ താൻ രഹസ്യമായി വിവാഹം കഴിക്കാനുണ്ടായ കാരണവും പിന്നീട് അത് തുറന്നു പറയാതിരുന്നതിനെ കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടി. വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് ജീവിതത്തിലാണെന്നാണ് ലെന പറയുന്നത്. നവംബർ 30 ആദ്യമായി സംസാരിച്ച ഞാനും പ്രശാന്തേട്ടനും ജനുവരി 17 വിവാഹിതരായി. ജാതക പൊരുത്തം നോക്കി ജ്യോത്സ്യൻ പറഞ്ഞത് ഉത്തമത്തിൽ ഉത്തമം എന്നാണ്. ഇവ ചേർത്ത് വയ്ക്കുന്നത് രണ്ടുപേർക്കും വളരെ നല്ല ഫലങ്ങൾ തരും, ഒട്ടും താമസിപ്പിക്കരുത് എന്നുമാണ്. അങ്ങനെ ഈ വർഷത്തെ ആദ്യ മുഹൂർത്തം തന്നെ എടുത്തു. ബംഗളൂരുവിലെ മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഞങ്ങളുടെ അച്ഛനമ്മമാർ മാത്രമാണ് പങ്കെടുത്തത്. ബംഗളൂരിൽ പ്രശാന്തേട്ടന്റെ സീനിയർ ഓഫീസേഴ്സിനും അടുത്ത സുഹൃത്തുക്കൾക്കുമായി വിവാഹ വിരുന്നും നടത്തി. ആ സമയത്ത് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം പ്രഖ്യാപിച്ചിരുന്നില്ല. ഞാൻ സിനിമയിലായതുകൊണ്ട് വിവാഹ വാർത്ത പുറത്തു വന്നാൽ എൻ്റെ ഭർത്താവ് ആരാണെന്ന് ആളുകൾ ചികയുമല്ലോ. അത് ഗഗയാൻ മിഷന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കും. അതിനാൽ വിവാഹകാര്യം ആരോടും പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് 40 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 27 പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിക്കുന്നത്. അന്ന് തന്നെ വിവാഹകാര്യം അറിയിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടു. വിവാഹ വാർത്ത വന്നതിന് പിന്നാലെ വിവാഹ റിസപ്ഷന് പങ്കെടുത്ത ഷെഫുള്ള പോസ്റ്റ് ചെയ്ത വീഡിയോയും വൈറലായി. വിവാഹശേഷം ഒന്നിച്ച് യാത്രകളൊന്നും പോയിട്ടില്ല. വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ആഴ്ച റിപ്പബ്ലിക് ഡേ ആയിരുന്നു. അന്ന് തിയേറ്ററിൽ പോയി ഋതിക് റോഷൻ ഫൈറ്റർ പൈലറ്റായി അഭിനയിച്ച ഫൈറ്റർ എന്ന സിനിമ കണ്ടു. എയർഫോഴ്സ് ലൈഫ് മനസ്സിലാക്കി തരാനായിരുന്നു അത്. അതിനപ്പുറം ജോലിയുടെ ഒരു വിവരങ്ങളും ഭാര്യയോട് പോലും പറയാനാകില്ല. വിവാഹശേഷം ബാംഗ്ലൂരിലെ വീട്ടിൽ പാചകവും വാചകവുമായിരുന്നു മെയിൻ. അതേസമയം ആത്മീയത, മാനസികാരോഗ്യം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയ ലെനയുടെ ഒരു യൂട്യൂബ് വീഡിയോയും പ്രശാന്ത് കാണാൻ ഇടയായിരുന്നു. ആ വീഡിയോ കണ്ടാണ് ലെനയെ പ്രശാന്ത് വിളിക്കുന്നതും. ആ സൗഹൃദം മുന്നോട്ട് പോകുകയും അതിലൊരു വിവാഹാലോചനയിൽ എത്തുകയായിരുന്നുവെന്നും ലെന നേരത്തെ പറഞ്ഞിരുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.